വികസന രംഗത്ത് LDFന്റെയും UDFന്റെയും മാതൃകകൾ അറിയണമെങ്കിൽ പത്തനംതിട്ടയിൽ എത്തിയാൽ മതി. ആന്റണി MP കൊണ്ടുവന്ന ഇൻഡോർ സ്റ്റേഡിയം തറക്കല്ലിടലിൽ മാത്രം ഒതുങ്ങിയപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. കാണാം ഇനി ഇരു സ്റ്റേഡിയങ്ങളുടെയും വിശേഷങ്ങൾ. ഒരു വർഷം മുമ്പ് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി തറക്കല്ലിട്ട സ്റ്റേഡിയത്തിന്റെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. 2026 ജനുവരിയിൽ നാടിന് ജനുവരി 26 റിപ്പബ്ലിക് ദിനാഘോഷം നടക്കുമ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ പുതിയ ജില്ലാ സ്റ്റേഡിയത്തിൽ പൂർത്തീകരിച്ച ജില്ലാ സ്റ്റേഡിയത്തിൽ അത് റിപ്പബ്ലിക് ദിന പരേഡ് നടത്താൻ കഴിയും. സ്റ്റേഡിയം സമർപ്പിക്കും. മന്ത്രി വീണ ജോർജിന്റെ ശ്രമഫലമായാണ് പത്തനംതിട്ടയിൽ ഉന്നത നിലവാരമുള്ള സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നത്. ഇനി ആന്റണിയുടെ സ്വപ്ന പദ്ധതിയുടെ അവസ്ഥ കാണാം. 2013 2017 നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ സ്റ്റേഡിയം പത്തനംതിട്ട MP ആന്റണിയുടെ സ്വപ്ന പദ്ധതിയാണ് പാഴായിപ്പോയത്. ആ 6 കോടി രൂപയിൽ 1,65,00,000 രൂപ ഒന്നാം ഫേസായി അനുവദിച്ചു. അതിനുശേഷം അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. എവിടെ നിന്നൊക്കെയോ മണ്ണിട്ട് പൈലിംഗ് ഒക്കെ നടത്തി കമ്പികളെല്ലാം ഉണ്ട്. ആ കമ്പികളൊന്നും തന്നെ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയില്ല. വികസനത്തോടുള്ള ഇരുമുന്നണികളുടെയും കാഴ്ചപ്പാടുകൂടിയാണ് ഈ സ്റ്റേഡിയങ്ങൾ കാട്ടിത്തരുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.